പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 23-ാം തിരുവചനം. എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു, എൻ്റെ വാക്ക് അനുസരിക്കുവിൻ. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. കർത്താവ് ജെറമിയ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ച ഒരേ ഒരു കാര്യം ഇതായിരുന്നു: ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന ഈശോ നമ്മൾ ചരിക്കുവാനായി വെച്ചു നീട്ടുന്ന മാർഗം തൻ്റെ തന്നെ വഴിയാണ്. ആ വഴി അത്ര എളുപ്പമുള്ള വഴിയാണെന്ന് ഈശോ ഒരിടത്തും പറയുന്നില്ല. ഈശോ പറയുക എൻ്റെ വഴി ഇടുങ്ങിയതാണെന്നാണ്. ഈശോ നടന്നു നീങ്ങിയ അതേ ഇടുങ്ങിയ വഴിയിലൂടെ, കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴിയിലൂടെ അവിടുന്ന് നമ്മളെയും നടക്കുവാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞ ഇടുങ്ങിയ വഴിയെ ഒരു ക്യാൻവാസിൽ ചിത്രകാരൻ വരച്ചു വച്ചത് ഇപ്രകാരമായിരുന്നു: 2 റോഡുകൾ. അതിൽ ഒരു റോഡ് സുഗമമായതും മറ്റേത് ദുർഘടം പിടിച്ചതുമായിരുന്നു. എന്നാൽ സുഗമമായ റോഡിലൂടെ അനേകം മനുഷ്യർ നടന്നു പോകുന്നുണ്ട്. ദുർഘടമായ റോഡിലൂടെ ഒരാൾ മാത്രം ഏകനായി നടന്നു പോകുന്നു. ആ ദുർഘടമായ വഴിയുടെ അവസാനം ഒരു കുരിശാണ് ചിത്രകാരൻ വരച്ചു വച്ചിരിക്കുക. എല്ലാവരും നടക്കുവാൻ ഇഷ്ടപ്പെടുന്ന വഴിയിൽ നിന്നും അല്പമൊന്ന് മാറി ഈശോ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഇടുങ്ങിയ വഴിയിലൂടെ, സഹനങ്ങളിലൂടെ, കുരിശിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഇന്ന് നമ്മൾ കേട്ട തിരുവചനം നമ്മുടെ ജീവിതത്തിലും നിറവേറുന്നത്. നീ എൻ്റെ മാർഗത്തിലൂടെ ചരിക്കുവിൻ, അപ്പോൾ എല്ലാം ശുഭമായിരിക്കും. ഈ സഹനങ്ങളുടെ എല്ലാം അന്ത്യത്തിൽ ശുഭകരമായ ഒരു ഭാവിയും ജീവിതവും ഈശോ നമുക്കായി ഒരുക്കി വച്ചിട്ടുണ്ടെന്ന് ഓർക്കാം. ഇടുങ്ങിപ്പോയ ജീവിത സാഹചര്യങ്ങളെ പ്രതി നമുക്കും ദുഃഖിക്കാതിരിക്കാം. എല്ലാം നന്മയാക്കി മാറ്റാൻ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സാധിക്കും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.